A4 paper I have taken. A4 paper I have taken. So 3 different sheets I have taken. Today we are going to learn how to make a tabletop Christmas tree by folding the papers. Okay. So both sides are green in color. This is a dark green, little light green, and very much light green. So 3 shades are here. So with this we will make a beautiful tabletop Christmas tree for this Christmas celebration. You can gift this to your friends. You can decorate your office. You can decorate your classrooms. You can decorate your house. So we can start making this. So I have taken this 1, 2, 3, 4. 4 papers I have taken. 1, 2, 3, 4 papers I have taken. I want to cut it into square pieces. So hold it together like this. And just keep it like this. So you will get the impression. Okay. Now just hold it. Now using the knife by cutting it. I fold it like this. 4. Next step, we have to fold the paper like this. That I will show you how to fold the paper like this. Okay. So square paper I have taken. Now just fold it into half. Correct, half you have to fold. Okay. Now this is the open part. Torna side, open part. Fold it like this. So when you are folding, you have to press it in the center only. നടുവിൽ മാത്രമേ നിങ്ങൾ പ്രസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അറ്റം വെച്ചിട്ട് പേപ്പർ ഇങ്ങോട്ട് അറ്റത്തേക്ക് ഇങ്ങ് വെച്ച് കൊടുക്കുക. കറക്റ്റ് അറ്റത്തേക്ക് വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും ഇത്രയും ഭാഗം എഡ്ജായിട്ട് വരും, ഇത്രയും ഭാഗം എഡ്ജായിട്ട് വരും. അപ്പോൾ ഇത്രയും പോർഷനാണ് സെൻറ്റർ പോർഷനായിട്ട് വരിക. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ് we have to give the impression here from here to here. So equal distance, both side we have to leave equal distance. Okay, from here to here. So this much only I have pressed. ആ impression നമ്മൾ കൊടുക്കണം. ഈ സെയിം അപ്പുറത്തെ സൈഡിലും ചെയ്യാം. പേപ്പർ ഇങ്ങനെ ഒപ്പം ഈ അറ്റം വെച്ച് പിടിച്ചിട്ട് ഇവിടെ തൊട്ട് നമ്മൾ ഇവിടെ അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ ചെയ്തത് സെയിം വേ ഇവിടെ തൊട്ട് ഇതുവരെ ഇത്രയും സെൻറ്റർ പോർഷൻ ഓൺലി വി ഹാവ് ടു ഗീവ് ദ ഇംപ്രഷൻ. ഇത്രയും പ്രസ് ചെയ്താൽ മാത്രം മതി. ഇത് നമ്മളങ്ങ് തുറക്കുക. കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു ഇംപ്രഷൻ സെൻറ്ററിൽ വന്നു, ഇവിടെ ഒരു ഇംപ്രഷൻ സെൻറ്റർ. ജസ്റ്റ് അപ്പുറത്തെ സൈഡിലേക്ക് നമ്മളിങ്ങനെ മടക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കുക. ഒപ്പം വെച്ച് മടക്കിയതിന് ശേഷം ഇത് നമുക്ക് ഫുള്ള് കൊടുക്കാം. ഇവിടുത്തെ ഇംപ്രഷൻ ഫുള്ള് കൊടുക്കാം. ഫ്രം ദിസ് സെറ്റ് ടു ദിസ് സെറ്റ് വി ക്യാൻ ഫോൾഡ്.
ഓക്കെ. നൗ ഇത് വീണ്ടും ഇങ്ങോട്ട് മടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഇംപ്രഷൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഇംപ്രഷൻ വന്നിട്ട് ഇവിടെ സെൻറ്റർ ഫോൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒപ്പം വയ്ക്കുക. അപ്പം അങ്ങനെ വെച്ചിട്ട് കണ്ടോ ഈ ഇംപ്രഷൻ ഇവിടെ ഉണ്ട്. സോ ഫ്രം ഹിയർ ടു ഹിയർ വി ഹാവ് ടു ഗീവ് ദ ഇംപ്രഷൻ. ഇവിടം തൊട്ട് ഇവിടം വരെ ഈ ഇംപ്രഷൻ വരെ, ഫ്രം ഹിയർ ടു ഹിയർ. അപ്പോൾ ഈ ഇംപ്രഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. നൗ ടേൺ ദ പേപ്പർ. അതുപോലെ തന്നെ ഈ സൈഡും ചെയ്യാം. ഇങ്ങോട്ട് പേപ്പറിനെ മടക്കുക, ഇങ്ങനെ പേപ്പറിനെ മടക്കിയിട്ട് സെയിം ഇവിടം തൊട്ട് ഇതുവരെ ആ സെയിം ഇംപ്രഷനിൽ നമ്മൾ ഇവിടെയും പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നോക്കൂ, നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടെ ഒരു ഉള്ളിലെ ഒരു സ്ക്വയർ ഇംപ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ ഒരു സ്ക്വയർ ഇംപ്രഷൻ. അതുകൊണ്ടോട് നിങ്ങൾക്ക് ക്രീസ് വരയ്ക്കുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ സെൻറ്ററിൽ ഒരു സ്ക്വയർ ഇംപ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഒരു സ്ക്വയർ ഇംപ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഫോൾഡ് ചെയ്യുമ്പോഴും ഈ സെൻറ്റർ, ഈ നടുവിലത്തെ സെൻറ്ററിൻ്റെ ആ പോർഷനിൽ വേണം നമ്മൾ ഇംപ്രഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് വരുന്നത്. ഈ പോയിൻ്റ് തൊട്ട് ഈ പോയിൻ്റ് വരെയാണ് അതിൻ്റെ ഇംപ്രഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക പേപ്പറിന്. ഓക്കെ, ഇൻ ദ സെൻറ്ററിൽ മാത്രം. നമ്മൾ ഉള്ളിലൊരു സ്ക്വയർ കണ്ടിരുന്നു. അപ്പോൾ ആ സ്ക്വയറിലാണ് നമ്മൾ ഈ ഇംപ്രഷൻ ഇവിടെ കൊടുക്കുന്നത്. ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് പാടില്ല. ഓക്കെ, ഇവിടം തൊട്ട് ഇതുവരെ. അതുപോലെ വീണ്ടും നമ്മൾ തുറക്കുക. സെയിം ഓപ്പോസിറ്റ് ഇതിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്യണു, പേപ്പറിനെ ഫോൾഡ് ചെയ്യണു സെൻറ്ററിൽ. ഓക്കെ, ഈ പോയിൻ്റ് തൊട്ട് ഈ പോയിൻ്റ് വരെയാണ് നമ്മൾ പേപ്പർ ഫോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സ്ക്വയറിൻ്റെ ഹാഫാണ്. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് ഇതുവരെയാണ് സ്ക്വയറിൻ്റെ സെൻറ്റർ വരുന്നത്. നമ്മളവിടെ കൊടുക്കുന്ന ഇംപ്രഷൻ. ഇനി നോക്കൂ, കറക്റ്റ് ഇതിൽ ഉള്ളിൽ സ്ക്വയറിൻ്റെ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കൺഫ്യൂഷൻ ആയിട്ടുള്ളതൊന്നുമില്ല. നമ്മൾ ഒരു ഡിസൈൻ സ്ക്വയർ ഇംപ്രഷൻ നമ്മൾ പേപ്പറിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇതിനങ്ങ് ഹാഫാക്കി മടക്കാം. ഹാഫാക്കി മടക്കി ഇങ്ങനെ തന്നെ പിടിക്കാം. സെൻറ്ററിൽ മാത്രം പിടിക്കാം. ഓക്കെ, സെൻറ്ററിൽ മാത്രം പിടിച്ചിട്ട് ഈ സൈഡ് ഭാഗം ഇങ്ങ് മുകളിലേക്ക് ആക്കുക. കണ്ടോ, കണ്ടോ വരുന്നത് കണ്ടോ? ഇതങ്ങ് മടങ്ങാൻ വേണ്ടിയിട്ടാണിത്. കണ്ടോ, ഇതിങ്ങനെ വരും. ഒന്നുകൂടിയും കാണിച്ചു തരാം. നമ്മൾ ഈ സെൻറ്റർ മാത്രം പോർഷൻ നമ്മളിങ്ങനെ പിടിക്കണു. ഈ സൈഡിനെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് പേപ്പറിന് ഉയർത്തി എടുത്തിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ മടക്കാം. ഓക്കെ, അതേപോലെ ടേൺ ദ പേപ്പർ. ഇവിടെ ഈ പേപ്പറിന് അങ്ങ് അടിയിൽ നിന്ന് അങ്ങ് മുകളിലേക്ക് പൊന്തിച്ചെടുക്കുക. കണ്ടോ, മുകളിലേക്ക് പൊന്തിച്ചെടുക്കുന്നുണ്ടോ? കണ്ടോ, ഇതിങ്ങനെയാണ് വരുന്നത്. മുകളിലേക്ക് പൊന്തിച്ചെടുത്ത് ഉള്ളിലോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക പേപ്പർ. അങ്ങനെ വരും. അപ്പോൾ നോക്കൂ, നമുക്ക് ഇങ്ങനെ പേപ്പറിൻ്റെ ഡിസൈൻ കിട്ടി. ഇനി ഇങ്ങനെ ഒപ്പം വെച്ച് ഇങ്ങനെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പം വെച്ച് മടക്കുക വെച്ച്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻ കിട്ടും. ഓക്കെ, ഞാൻ 4 I made like this. Same size paper I have taken. So 4 I have made. ഇത് നമ്മളിനി കൂട്ടി ഒട്ടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ ഒട്ടിക്കുകയാണ്. നമ്മളിവിടെ ഗ്ലൂ വെച്ച് കൊടുക്കുകയാണ്. ഇത് ഏറ്റവും വലിയ സ്ക്വയറിൽ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ക്വയർ, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ, അങ്ങനെ ചെറിയ സ്ക്വയേഴ്സിലാണ് നമ്മൾ ചെയ്യേണ്ടത്. മെഷർമെൻറ്റ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. മാക്സിമം ഞാൻ 16 ഇഞ്ചിൻ്റെയാണ് ഇത് എടുത്തിട്ടുള്ളത്. 16, 14, 12, അങ്ങനെ 10, അങ്ങനെ നമുക്ക് സ്ക്വയേഴ്സിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഇതിനെക്കാട്ടിലും വലുത് വേണമെന്ന് വെച്ചാൽ വലിയ സ്ക്വയേഴ്സ് എടുത്താൽ മതിയാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് 4 സ്ക്വയർ നമുക്ക് വേണം. അപ്പോഴേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് ഒരെണ്ണം, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ക്വയറാണത്. ഇതിൽ 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4 ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നും നമുക്ക് 4 സ്ക്വയർ വീതം പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ.
നമുക്ക് ടൂത്ത് പിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ടൂത്ത് പിക്കിൽ വലുത് ആദ്യം കോർക്കുക, പിന്നെ അതിൻ്റെ ചെറുത് അങ്ങനെ കോർത്ത് പോവാണ് വേണ്ടത്. നമുക്ക് ടൂത്ത് പിക്ക് അല്ലെങ്കിൽ നമുക്ക് നീളമുള്ള ഈർക്കിലി നമുക്ക് വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പം ഈ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഈ ടൂത്ത് പിക്കിൻ്റെ പോയിൻ്റ് അങ്ങ് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്നത് താഴോട്ടേക്ക് ഇറക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. ഈ സെൻറ്റർ പോയിൻ്റാണ് ഇറക്കി കൊടുക്കുക. ഞാൻ മുകളിലത്തെ കോൺ പോലെ സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് പേപ്പറിനെ. നമുക്ക് അങ്ങനെ അങ്ങ് ചുരുട്ടാം. കോൺ പോലെ കട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് അതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. കോൺ പോലെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫെവിക്കോൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. കുറച്ച് ഉള്ളിലായിട്ട് നമുക്ക് ക്രിസ്മസ് ചെയ്തതിൽ വെച്ച് കൊടുക്കാം. അങ്ങനത്തെ സ്റ്റാർസ് നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാവുന്നതാണ്. ഡെക്കറേഷനായിട്ട് സ്റ്റാർസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാറുണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാനിതിൽ സ്റ്റാർസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്.